ഹലോ മക്കളെ, വെൽക്കം ടു എം എസ് സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ? സനൂപ് സാറാണ്. SSLC ജോഗ്രഫിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. എന്നാൽ അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ 3 മാർക്ക്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്താലോ? നോക്കി വെച്ചോടാം. അതായത് which one of the following continents where the equatorial climatic region is not found? ശ്രദ്ധിക്കണം, നോട്ട് ഫൗണ്ട്. അതായത് ചുവടെ നൽകിയിട്ടുള്ള ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ കാണപ്പെടാത്ത വൻകര ഏത്? കാണപ്പെടാത്തതാണ്. ശ്രദ്ധിക്കണം കേട്ടോ. സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ. മക്കളെ, ഇക്വേറ്ററിനോട് ചേർന്ന് ഭൂമധ്യരേഖയോട് ചേർന്നിട്ടാണ് ഈ കാലാവസ്ഥാ മേഖല ഉള്ളത്. അപ്പോൾ ഒരിക്കലും മുകൾ ഭാഗത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ അല്ലെങ്കിൽ മറ്റേ ഉത്തരാർദ്ധഗോളത്തിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ നോർത്ത് അമേരിക്ക അഥവാ വടക്കേ അമേരിക്കയിൽ ഇത് കാണപ്പെടുന്നില്ല. ഇതേപോലത്തെ ഒരു ചോദ്യം മറ്റൊന്ന് പിടിച്ചോളാം. Which one of the following continents where the tundra region is not found? മക്കളെ, ചുവടെ നൽകിയിട്ടുള്ളവയിൽ ടണ്ട്ര മേഖല കാണപ്പെടാത്തത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടണ്ട്ര എന്ന് പറയുമ്പോൾ മുകളിലാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, എന്ന് വെച്ചാൽ ഉത്തരാർദ്ധഗോളത്തിലാണ്. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കാം, സൗത്ത് അമേരിക്ക ഉണ്ട്, നോർത്ത് അമേരിക്ക ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, ഏഷ്യ ഉണ്ട്. നോർത്ത് എന്ന് പറയുമ്പോൾ മുകളിലാണ്, സൗത്ത് എന്ന് പറയുമ്പോൾ താഴെയാണ്. അപ്പോൾ താഴെ ഭാഗത്തില്ല. കിട്ടിയല്ലോ. അടുത്തൊരു ചോദ്യം, ഇതേപോലത്തെ ഒരു ലെവൽ ചോദ്യം. മക്കളെ നോക്കി വെച്ചോ. അതായത് ഇവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. The table given below contains different region and the indigenous people living there match them suitably. എന്ന് വെച്ചാൽ വിവിധ പ്രദേശങ്ങളും അവിടെ ജീവിക്കുന്ന തദ്ദേശീയ ഗോത്ര വിഭാഗങ്ങളും അല്ലെങ്കിൽ തദ്ദേശീയ ജനതകളെയും പട്ടിക ചുവടെ നൽകിയിരിക്കുന്നു. അവയെ ശരിയായ രൂപത്തിൽ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. മക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് പിഗ്മി എന്ന് പറയുന്നത് ആഫ്രിക്കയിലാണ്, എല്ലാവർക്കും അറിയാം. ആഫ്രിക്കയിലെ കോങ്കോയിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഒറാങ്ങസ്ലി എന്ന് പറയുന്നത് മലേഷ്യയിലാണ്. ഇത് രണ്ടും ഭൂമധ്യരേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എസ്കിമോസും ലാപ്പാസൊക്കെ ഇവിടെ വെച്ചാൽ ഗ്രീൻലാൻഡിലാണ്, നമുക്കറിയാം. അതേപോലെ സെമോയിഡ്സ് ഇവിടെ സൈബീരിയയിലാണ്. സെമോയിഡ്സ്, സൈബീരിയ, ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യം പിടിച്ചോടാം മക്കളെ. വളരെ സിമ്പിളായ ഒരു ചോദ്യം, നിങ്ങൾ കണ്ടൊരു പരിചയപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതിനെ ചിലപ്പോൾ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഒരു ചോദ്യം വരാം. ഇത് നമ്മൾ ഇന്നലെ ലൈവിൽ മോസ്റ്റ് എക്സ്പെക്റ്റഡിൽ ഡിസ്കസ് ചെയ്ത ഇതിൻ്റെ വിവിധ തരങ്ങളുണ്ട്. സോ അത് ഇവിടെ എടുക്കുന്നില്ല. ഇന്ന് രാത്രി നമ്മൾ 7:00 പ്രൊഡിക്ഷൻ ലൈവ് വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, നാളെ എക്സാമിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോച്ചാ. എടാ, വിന്റർ ഈസ് നോട്ട് ജനറലി എക്സ്പീരിയൻസ്ഡ്. പൊതുവെ ശൈത്യകാലം അനുഭവപ്പെടാറില്ല. അതിൻ്റെ കാരണങ്ങൾ മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താ? ദ ഹൈ റേറ്റ് ഓഫ് ഇൻസുലേഷൻ റിസീവ്ഡ് ഹിയർ കോസസ് ഹൈ ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ. മക്കളെ, സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ വർഷം മുഴുവൻ ഉയർന്ന താപനിലക്ക് എന്ത് ചെയ്യുന്നു? കാരണമാകുന്നു. അതുകൊണ്ട് ഇവിടെ എന്തില്ല? ശൈത്യകാലം അനുഭവപ്പെടാറില്ല അഥവാ വിന്റർ സീസൺ എക്സ്പീരിയൻസ് ചെയ്യാറില്ല. രണ്ടാമത് എന്താ? കൺവെൻഷൻ റെയിൻഫാൾ ഒക്യൂസ് ഇൻ ദ ആഫ്റ്റർനൂൺ. എന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞ് മിക്കപ്പോഴും ഇതിന് സംവഹനമായി ലഭിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? ദ മോർണിംഗ് എക്സ്പീരിയൻസസ് മോഡറേറ്റ് ടെമ്പറേച്ചർ. രാവിലെ എപ്പോഴും മിതമായ താപനിലയായിരിക്കില്ല. ചുട്ടുപൊള്ളോ ഇല്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഗ്രാജുവലി ദ സിഗ്നിഫിക്കന്റ് റൈസ് ഇൻ ടെമ്പറേച്ചർ കോസസ് ഇവാപറേഷൻ ആൻഡ് ആഫ്റ്റർനൂൺ കൺവെക്ഷൻ റെയിൻഫാൾ. രാവിലെ മിതമായ ചൂടാണെങ്കിലും ക്രമേണ താപനിലയിൽ എന്ത് ചെയ്യുന്നു? വൻ തോതിലുള്ള വർധന വരുന്നു, ഉയർച്ച വരുന്നു. അതെന്തിന് കാരണമാകുന്നത്? ഉയർന്ന ബാഷ്പീകരണത്തിനും ഉച്ച കഴിഞ്ഞുള്ള സംവഹനമായിരിക്കും കാരണമാകുന്നുണ്ട്. അതേപോലെ ഇവിടെ ദ ഫ്ലോറ ത്രൈവ്സ് അബാൻഡന്റ്ലി എന്ന് വെച്ചാൽ ഇവിടെ സസ്യ വളർച്ച കൂടുതലാവാനുള്ള കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഹൈ റെയിൻഫാളും അതേപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറാണ്. മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ are the equatorial region equatorial evergreen forests are known as the lungs of the world? എന്തുകൊണ്ടാണ് ഭൂമധ്യരേഖ നിത്യഹരിതവനങ്ങളെ ലോകത്തിന്റെ ശ്വാസകോശം എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. നോക്കി വെച്ചോടാ. എവർഗ്രീൻ ഫോറസ്റ്റ് ആർ നോൺ ആസ് the lungs of the world because they absorb carbon dioxide and produce oxygen at a massive rate. എന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഹൈ റേറ്റ് ഓഫ് കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്യുകയും അതേപോലെ തന്നെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ലങ്സ് ഓഫ് ദ വേൾഡ് അഥവാ ലോകത്തിന്റെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വൈ ഈസ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഇൻ ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് നോൺ ആസ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ? എടാ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്തുകൊണ്ടാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ കാണപ്പെടുന്ന സ്ഥാനമാറ്റ കൃഷിയെ വെട്ടിച്ചു കൃഷി എന്നറിയപ്പെടുന്നത്? മക്കളെ, അതിന് കാരണം വെച്ചാൽ സ്ലാഷിംഗ് ഓഫ് വെജിറ്റേഷൻ അഥവാ ആദ്യം എന്ത് ചെയ്യുന്നു? സസ്യങ്ങളെ വെട്ടിമാറ്റുന്നു. പിന്നെ വെട്ടിയ സസ്യങ്ങളെ കത്തിക്കുന്നു അഥവാ ബേണിംഗ് ഓഫ് വെജിറ്റേഷന്. അപ്പോൾ അവിടെ ചാരമായിട്ട് മാറും, മണ്ണുമായിട്ട് കലരും. അപ്പോൾ അവിടെ കൃഷി ധാരാളമായിട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഫാമിംഗ് തുടങ്ങുന്നു. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്നത് എന്തു? അത് വിട്ടുപോകുന്നു. ലീവിംഗ് ദ പാച്ചസ്, അത് ഒഴിവാക്കി പോകുന്നു. ഈ സർക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നടക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഈ സെക്കൻഡറി പാച്ചസിനെ അഥവാ കാട് ഉപേക്ഷിച്ച് വീണ്ടും വളരുന്ന ഈ കാട് നമ്മൾ വിളിക്കുന്ന പേര് ബെലുക്കർ എന്നാണെന്ന് എന്ത് ചെയ്യുക മക്കൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് കമ്പയർ ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് തുണ്ട്ര റീജിയൻ ബേസ്ഡ് ഓൺ ദ ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ. വളരെ പ്രധാനപ്പെട്ട കിഡിലോസ്കി ചോദ്യമാണിത്.
മക്കളെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയും ടണ്ട്ര കാലാവസ്ഥാ മേഖലയെയും താമസിക്കുന്ന ജനങ്ങളുടെ ഉപജീവനത്തെ അടിസ്ഥാനമാക്കി എന്ത് ചെയ്യുക, താരതമ്യം ചെയ്യുക. ഇക്വറ്റോറിയൽ എന്ന് പറയുമ്പോൾ ഔട്ടർ ട്രൈബ്സിലെ പ്രധാനപ്പെട്ട ലൈവ്ലിഹുഡ് എന്ന് പറയുമ്പോൾ ഹണ്ടിങ് ആനിമൽസ്, ഗാദറിംഗ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് ഫിഷിംഗ് ആണ്. എന്ന് വെച്ചാൽ മൃഗങ്ങളെ വേട്ടയാടുകയും ഗാദറിംഗ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്, കായ്ഫലങ്ങൾ ശേഖരിക്കുക എന്ന് വെച്ചാൽ അവിടെ എന്ത് ചെയ്യുന്നു, കായ്ക്കനികൾ ശേഖരിക്കുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ശേഖരിക്കുന്നു. അതേപോലെ ഫിഷിംഗ് അഥവാ മത്സ്യബന്ധനം നടത്തിയിട്ട് അവർ ഉപജീവനം നടത്തുന്നു. രണ്ടാമത്തെ എന്ത് ചെയ്യുന്നു, ദേ ഫോളോ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ ആൻഡ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടവിള കൃഷിയും പരമ്പരാഗത കൃഷി രീതിയായിട്ടുള്ള സ്ഥാനമാറ്റ കൃഷിയും അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. അത് തന്നെ. മൂന്നാമത്തെ എന്താ, ഇവർ താമസിക്കുന്നത് മക്കളെ വുഡ് ആൻഡ് സ്റ്റോൺ ഉള്ള വീടുകളിലാണ്, അഥവാ കല്ലുകൊണ്ടും മരം കൊണ്ടും നിർമ്മിച്ച ഓല മേഞ്ഞ വീടുകളിൽ താമസിക്കുന്നു. എന്നാൽ തുണ്ട്രയിലെ കേസ് എന്താണ്, അവിടെ ഹണ്ടിങ്ങും ഫിഷിംഗും ആണ് മെയിൻ. എന്ന് വെച്ചാൽ വേട്ടയാടലും അതേപോലെ തന്നെ മത്സ്യബന്ധനവുമാണ്. രണ്ടാമത്തേത് മക്കളെ ഇവർ ഈ വേട്ടയാടിയ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ ഫുഡിന്, ക്ലോത്തിന്, മേക്കിംഗ് ടൂൾസ് ആൻഡ് വെപ്പൺസ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ടും വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലാക്കി വെക്കുക. അവസാനത്തെ ഒരു പോയിന്റ്, ഇവർ താമസിക്കുന്നത് വിന്റർ സീസൺ ആവുന്ന സമയത്ത് ഇഗ്ലൂകളിൽ താമസിക്കും. മഞ്ഞുകൊണ്ടുള്ള വീടുണ്ടല്ലോ, മഞ്ഞുകട്ടകൾ കൊണ്ടുണ്ടാക്കിയ വീടാണ് ഇഗ്ലൂ എന്ന് പറയുന്നത്. ആ ഇഗ്ലൂകളിൽ താമസിക്കുകയും വേനലാവുന്ന സമയത്ത്, സമ്മർ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവർ പോർട്ടബിൾ ടെൻറ്റുമായിട്ട് എന്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് മടക്കി കൊണ്ടുപോകാൻ പറ്റിയ ടെൻറ്റുകളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുടിയേറി പോകുന്നുണ്ട്. അവസാനത്തെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ദി ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് തുണ്ട്ര റീജിയൻ ബേസ്ഡ് ഓൺ ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് വെജിറ്റേഷൻ. എന്ന് വെച്ചാൽ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയും ടണ്ട്ര കാലാവസ്ഥാ മേഖലയുടെയും സസ്യജാലങ്ങളുടെ സവിശേഷതകളെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. മക്കളെ ഇക്വറ്റോറിയൽ എന്ന് പറയുമ്പോൾ ദ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹെവി റെയിൻഫാൾ റിസീവ്ഡ് ഇയർ മക്കളെ ഇൻ ദിസ് റീജിയൻ പാവ് ദ വേ ലക്ഷോറിയൻ്റ് ഗ്രോത്ത്. ഒന്നുമില്ല, നല്ല ചൂടും നല്ല മഴയുള്ളടത്ത് ഉണ്ടാവും, നല്ല വെജിറ്റേഷൻ ഗ്രോത്ത് ഉണ്ടാവും, സസ്യജാലങ്ങൾ വളരും. അതാണ് ഉയർന്ന താപനിലയും കനത്ത മഴയും സമൃദ്ധമായ സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നു. എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇയർ. ഇവിടെ എന്താണ്, നിത്യഹരിത വനങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വെജിറ്റേഷൻ? എബണി, മഹാഗണി, സിങ്കോണ, റോസ്വുഡ് എന്നിവയാണ് മക്കൾ മനസ്സിലാക്കണം. അതേസമയത്ത് തുണ്ട്രയാണെങ്കിലോ അവിടെ സസ്യങ്ങൾ പൊതുവെ കുറവാണ്, കാരണം മഞ്ഞ് മൂടപ്പെട്ട് കാണപ്പെടില്ലേടാ. അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയാൽ മതി. നാച്ചുറൽ വെജിറ്റേഷൻ ഈസ് സ്കാൻറ്റി ഡ്യൂ ടു ഇൻസഫിഷ്യന്റ് സൺലൈറ്റ് ആൻഡ് ലോങ് വിന്റർ. സൂര്യപ്രകാശത്തിന്റെ ലഭ്യത കുറവും അതിശൈത്യവും കാരണം മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് അവിടെ സസ്യങ്ങളില്ല. ഓക്കെ, എന്ന് വെച്ചാൽ ട്രീസ് ആർ നോർമലി ആബ്സെന്റ്. സാധാരണയായിട്ട് വൃക്ഷങ്ങൾ അവിടെ കാണപ്പെടുന്നില്ല. പിന്നെ ഏതാവത്തെ പ്രധാനപ്പെട്ട സസ്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ മോസസ്, ലൈക്കൺസ്, സെഡ്ജസ്, ബുഷസ്, ഇതൊക്കെയാണ്. ലൈക്കണുകളുണ്ട്, പായലുകളുണ്ട്, സെഡ്ജുകളുണ്ട്, കുറ്റിച്ചെടികളാണ് പ്രധാന സസ്യങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ മക്കളെ ഒരൊറ്റൊരു ചോദ്യം കൂടി തന്നിട്ട് അവസാനിപ്പിക്കാം. ഡിസ്ക്രൈബ് ദ മോഡേൺ ചേഞ്ചസ് ഇൻ ദ വേ ഓഫ് ലൈഫ് ഇൻ ദ തുണ്ട്ര റീജിയൻ വിത്ത് ദ അറൈവൽ ഓഫ് യൂറോപ്യൻസ്. യൂറോപ്യന്മാരുടെ വരവോടുകൂടി അവരുടെ ജീവിത രീതിയിൽ വന്ന ആധുനിക മാറ്റങ്ങൾ, മോഡേൺ ചേഞ്ചസ് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പോയിന്റ് ഉണ്ട്. 3 മാർക്കാണെങ്കിൽ ഇതൊക്കെ മറക്കല്ലേ. ദേ ലിവ് ഇൻ മോഡേൺ ഹൗസസ് വിത്ത് അമാനിറ്റീസ് ഇൻ കോസ്റ്റൽ ഏരിയ. തീരദേശത്തെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള വീടുകൾ അവർ ചെയ്ത് താമസിക്കുന്നുണ്ട്. ദേ യൂസ് സ്പീഡ് ബോട്ട് ഫോർ ഫിഷിംഗ് ഇൻസ്റ്റെഡ് ഓഫ് കയാക്ക്. കയാക്കുകൾക്ക് പകരം മത്സ്യബന്ധനത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, അവർ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ എസ്കിമോ children attend modern schools to prepare for a modern life. എന്നുവെച്ചാൽ കുട്ടികളെ, എസ്കിമോ കുട്ടികളെ ആധുനിക ജീവിതത്തിന് ഒരുക്കാൻ വേണ്ടി മോഡേൺ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ ചാപ്റ്റർ സെറ്റാണ്. പ്രധാനപ്പെട്ട എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യനുമായിട്ട് ഇന്ന് രാത്രി 7 ഞങ്ങൾ വരുന്നുണ്ട്. ലൈവിലേക്ക് വരാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.